Hello students, welcome to the 8th session of our third module, and today we will discuss about shear stress at a beam, shear stress in beams, shear stress in beams. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ബീം ബെൻഡിങ് സ്ട്രെസ്സാണ്. ഈ ബെൻഡിങ് സ്ട്രെസ് എന്ന് വെച്ചാൽ നോർമൽ സ്ട്രെസ് തന്നെയാണ്. അതിൻ്റെ പേര് ബെൻഡിങ് എന്ന് വന്നേ ഉള്ളൂ, കാരണം അത് ബീമിലായതുകൊണ്ട് ആ നോർമൽ സ്ട്രെസ്സിനെ നമ്മൾ ബെൻഡിങ് സ്ട്രെസ് എന്ന് വിളിച്ചു. പക്ഷേ ബെൻഡിങ് സ്ട്രെസ്സിന് പുറമെ ഷിയർ സ്ട്രെസ് ഇൻ ബീംസ് കൂടി കാണണം. ഓക്കെ, ഷിയർ സ്ട്രെസ് എന്ന് വെച്ചാൽ ഷിയർ നമ്മൾ നേരത്തെ ബെൻഡിങ് എടുത്തത് പ്യുവർ ബെൻഡിങ് എന്നുള്ള ഒരു കൺസെപ്റ്റ് ബേസ് ആയിട്ടാണ്. അതായത് ബെൻഡിങ് മൊമെൻ്റേ ഉള്ളൂ, ഷിയർ സ്ട്രെസ് ഇല്ല എന്നുള്ള കൺസെപ്റ്റിലാണ്. പക്ഷെ ജനറൽ കേസിൽ ബെൻഡിങ് മൊമെൻറ്റും ഷിയർ സ്ട്രെസ്സും ഉണ്ടാവും. ഷിയർ സ്ട്രെസ് ഉണ്ടെങ്കിൽ ഷിയർ ഫോഴ്സ് ഉണ്ടാവും. ഷിയർ ഫോഴ്സ് ഉണ്ടെങ്കിൽ ഷിയർ സ്ട്രെസ്സും ഉണ്ടാവും. പ്യുവർ ബെൻഡിങ് എന്നുള്ള കൺസെപ്റ്റ് വിട്ടിട്ട് ജനറൽ ബെൻഡിങ്ങിലാണ് നമ്മൾ ഷിയർ സ്ട്രെസ് ഇൻ ബീംസ് കാണാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ സ്റ്റുഡൻസ് ഈ ഫിഗർ നോക്കാം. നമ്മൾ ഒരു സെക്ഷൻ ഉണ്ട്. ഓക്കെ, ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീം, ഇതാണ് സിംപ്ലി സപ്പോർട്ടഡ് ബീം. ഇതിൽ എന്തുണ്ട്, UDL ഉണ്ട് അല്ലേ, യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡുകളുണ്ട്. ഞാനതിൽ എന്തെടുത്തു, രണ്ട് സെക്ഷൻ എടുത്തു. AB എന്നുള്ളൊരു സെക്ഷനും CD എന്നുള്ളൊരു സെക്ഷനും എടുത്തു. ഓക്കെ, അത് ഞാൻ എൻലാർജ് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ABയും CDയും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്താണ്, DX ആണ്. ഓക്കെ അല്ലേ. സോ അപ്പോൾ എന്തുണ്ട്, നമുക്കറിയാം ഇവിടെ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ആയതുകൊണ്ട് അവിടെ ഷിയർ ഫോഴ്സും ഉണ്ടാവും, ബെൻഡിങ് മൊമെൻറ്റും ഉണ്ടാവും. വേരിയിങ് ഷിയർ ഫോഴ്സും വേരിയിങ് ബെൻഡിങ് മൊമെൻറ്റും ആയിരിക്കും. നിങ്ങൾ UDLൻ്റെ കേസിൽ ഡയഗ്രാം വരക്കുമ്പോൾ പഠിച്ചിട്ടുണ്ടാവും. ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാമും പിന്നെ ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരക്കുമ്പോൾ അത് രണ്ടും വേരിയിങ് ആയിരിക്കും. ഒന്ന് ഷിയർ ഫോഴ്സ് ലീനിയർലി വേരിയിങ് ആയിരിക്കും, ബെൻഡിങ് മൊമെൻറ്റ് പാരാബോളിക്കലി വേരിയിങ് ആയിരിക്കും. അത് നിങ്ങളൊന്ന് മറിച്ച് നോക്കുക കേട്ടോ, നിങ്ങളെ വേരിയിങ് ആയിരിക്കും. അപ്പോൾ ഞാൻ രണ്ട് സെക്ഷൻ എടുത്തു, ABയും CDയും. അവ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്താണ്, DX. സപ്പോസ് നമ്മൾ പിന്നെ അറ്റ് AB എന്നുള്ള സെക്ഷനിൽ ഷിയർ ഫോഴ്സ് F ആണെങ്കിൽ, ഷിയർ ഫോഴ്സ് ആ സെക്ഷനിലുള്ള ഷിയർ ഫോഴ്സ് F, അവിടെയുള്ള ബെൻഡിങ് മൊമെൻറ്റ് M, ബെൻഡിങ് മൊമെൻറ്റ് ഓക്കെ M എന്ന് വിളിച്ചു. അതേപോലെ കറസ്പോണ്ടിങ്ങിൽ CDയിൽ ഞാൻ എന്തുണ്ടാവും, കുറച്ച് വേരിയിങ് ആയതുകൊണ്ട് എന്താവും, ഫോഴ്സ് ഒരു ഡിഫറൻഷ്യൽ DX ഡിസ്റ്റൻസ് ആയതുകൊണ്ട് ഞാൻ DF ആഡ് ചെയ്തു. ബെൻഡിങ് മൊമെൻറ്റ് M+DM കിട്ടും. ഓക്കെ, അതായത് ഇവിടെ Fഉം Mഉം, ഇവിടെ F+DFഉം M+DM. ഓക്കെ, വേരിയിങ് ബെൻഡിങ് മൊമെൻ്റ് ആണ് കേട്ടോ. ബെൻഡിങ് മൊമെൻറ്റ് വേരിയിങ് ആയിരിക്കും. ഇനി നോക്കാം, ഈ സെക്ഷൻ്റെ ന്യൂട്രൽ ആക്സിസിനെ ബേസ് ചെയ്തിട്ട് സെക്ഷൻ ബേസ്ഡ് ഓൺ ന്യൂട്രൽ ആക്സിസ് മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ഈസ് I. മൊമെൻ്റ് ഓഫ് ഇനേഷ്യനെ I എന്ന് വിളിച്ചു. ഓക്കെ, നമുക്ക് കാണേണ്ടത് എന്താണ്, ഷിയർ സ്ട്രെസ് ആണ്. ഷിയർ സ്ട്രെസ് ഓൺ ദ സെക്ഷൻ AB എന്നുള്ള സെക്ഷനിൽ ഞാൻ ഇവിടെ നിന്ന് ഒരു Y1 എന്നൊരു ഡിസ്റ്റൻസ് എടുത്തു. Y1 എന്നൊരു ഡിസ്റ്റൻസ് എടുത്താൽ ഇങ്ങനെ ഇവിടെ ആക്ട് ചെയ്യുന്ന ഈ ഷിയർ സ്ട്രെസ് എങ്ങനെ ആക്ട് ചെയ്യുക, ഇതിൻ്റെ ഈ വ്യൂ എടുത്താൽ ഷിയർ സ്ട്രെസ് ഇങ്ങനെയാണ്. അതായത് ആ ലെയറിന് പാരലായിട്ടായിരിക്കും ആക്ട് ചെയ്യുക. ഓക്കെ, ഷിയർ സ്ട്രെസ് ആക്ട് ചെയ്യുക, ഷിയർ സ്ട്രെസ്സിൻ്റെ ഡയറക്ഷൻ കാണിച്ചാൽ ഇത് ഇങ്ങനെ ആയിരിക്കും, ഈ ഒരു ഡയറക്ഷനിലായിരിക്കും ഷിയർ സ്ട്രെസ് ആക്ട് ചെയ്യുക. ഓക്കെ, മനസ്സിലായല്ലോ ഷിയർ സ്ട്രെസ് എങ്ങനെ ആക്ട് ചെയ്യാമെന്നില്ല. ഇനി നോക്കുക, നമുക്ക് I എന്താണെന്ന് മനസ്സിലായി. ഓക്കെ, ഇനി കാണേണ്ടത് Y1 എന്നുള്ള ന്യൂട്രൽ ആക്സിസ് എന്ന് Y1 എന്നുള്ള ഡിസ്റ്റൻസിലെ ഷിയർ സ്ട്രെസ്സാണ് നമ്മൾ കാണുന്നത്. ഓക്കെ, അപ്പോൾ ആ ക്രോസ് സെക്ഷൻ ഓഫ് ദ ബീം നമുക്ക് EF be a line at a distance Y1. ഞാൻ EF എന്ന് കാണിച്ചു. ഏത്, ഈ ക്രോസ് സെക്ഷൻ വ്യൂവിൽ ഈ ലൈന് Y1 എന്നുള്ള ഡിസ്റ്റൻസിൽ ഉള്ള ലൈനെ ഞാൻ EF എന്ന് കാണിച്ചു. ഓക്കെ, ഇത് ക്രോസ് സെക്ഷൻ പിന്നെ വ്യൂവിലാണ് പറയുന്നത്. ഈ വ്യൂ EF എന്ന് വിളിച്ചു. ഓക്കെ, ഇനി EFന് മുകളിലുള്ള ABയുടെയും CDയുടെയും ഇടയിലുള്ള
അതായത് ഇ എഫിന് മുകളിലും എ ബിയുടെയും സി ഡിയുടെയും ഇടയിലുള്ള എന്ത് സെക്ഷൻ, അതാണ് ഈ സെക്ഷൻ ഷെയ്ഡ് ചെയ്ത സെക്ഷൻ. ഓക്കെ, അപ്പോൾ ഇ എഫിന് മുകളിൽ എ ബിയുടെയും ബിയുടെയും ഇടയിലുള്ള സെക്ഷൻ, അതായത് എ ബി ഇങ്ങനെ വരും, സി ഡി ഇങ്ങനെ വരും, അതിൻ്റെ ഇടയിലുള്ള സെക്ഷൻ എന്ന് വെച്ചാൽ ഈ ഒരു സെക്ഷനാണ്. ഈ ഒരു സെക്ഷൻ കംപ്ലീറ്റ് ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഇതിന് മുകളിലുള്ള സെക്ഷൻ, ഇ എഫിന് മുകളിൽ എ ബിയുടെ. അപ്പോൾ അതിൽ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഞാനൊരു സിലിണ്ടർ ആ ഏരിയയിൽ വരുന്നൊരു സിലിണ്ടർ മാത്രം എടുത്തു. സിലിണ്ടർ എന്ന് വെച്ചാൽ ഈ സിലിണ്ടർ ഉണ്ടോ, ഈ ഒരു സിലിണ്ടർ മാത്രം എടുത്തു. ഇനി അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ പോരെ. ഞാൻ ഇപ്പോൾ ഒരു ടൈം ബീങ്ങിന് ഞാനൊരു സിലിണ്ടർ എടുത്തു. ആ സിലിണ്ടറിൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയ, ഈ ഏരിയ ക്രോസ് സെക്ഷണൽ ഏരിയ ഡി എന്നത് ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് സിലിണ്ടർ. അപ്പോൾ അതിൻ്റെ ലെങ്ത്ത് എന്തായിരിക്കും? കാരണം ലെങ്ത്ത് എന്തായിരിക്കും? ഇത് എ ബിയുടെയും സി ഡിയുടെയും ഇടയിലാണല്ലോ. അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് എന്തായാലും ഈ ലെങ്ത്ത് ആയിരിക്കും, ഡി എക്സ് ആയിരിക്കും. അപ്പോൾ ലെങ്ത്ത് ഡി എക്സ്. ഇനി ഡിസ്റ്റൻസ് ഓഫ് എലമെൻ്റൽ സിലിണ്ടർ ഫ്രം ന്യൂട്രൽ ആക്സിസ്, അതായത് ന്യൂട്രൽ ആക്സിസ് നിന്ന് ഇതാണ് ന്യൂട്രൽ ആക്സിസ്. ഓക്കെ, ഈ ന്യൂട്രൽ ആക്സിസ് നിന്ന് ഇതിൻ്റെ സെൻട്രോയിലേക്കുള്ള ഈ എലമെൻറ്റ്, ഈ സിലിണ്ടർ എലമെൻറ്റിൻ്റെ സെൻട്രോയിലേക്കുള്ള ഡിസ്റ്റൻസ് എന്താണ്? വൈ. കണ്ടാ, ഇതാണ് വൈ. കണ്ടാ, വൈ. ഇനി വൈ കിട്ടി. അപ്പോൾ ഇനി ശ്രദ്ധിക്കുക, ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ആക്ട് ചെയ്യുന്ന ബെൻഡിങ് സ്ട്രെസ് മുകളിൽ എന്തായിരിക്കും? മുകളിൽ കംപ്രസിങ് ആയിരിക്കുമല്ലോ, ഇങ്ങനെ ആയിരിക്കും. മുകളിൽ കംപ്രസിങ് ആയിരിക്കും, താഴെ ആയിരിക്കും ടെൻസൈൽ. കാരണം ഇതിങ്ങനെ വളയുമ്പോൾ ഉള്ളിൽ കംപ്രസിങ്, ന്യൂട്രൽ ആക്സിസിൻ്റെ മുകളിൽ കംപ്രസിങ്ങും താഴെ വലിയുന്നല്ലേ, താഴെ ആയിരിക്കും ടെൻസൈൽ. അപ്പോൾ അതിൻ്റെ ഡയറക്ഷൻ അങ്ങനെ വരും, അകത്തോട്ട് കംപ്രസിങ് മുകളിൽ. അപ്പോൾ ഇവിടെയുള്ള എ ബി എന്നുള്ള സെക്ഷനിൽ സിഗ്മയും സി ഡി എന്നുള്ള സെക്ഷനിൽ സിഗ്മ പ്ലസ് ഡി സിഗ്മയാണെങ്കിൽ, കാരണം ഇത് പ്യുവർ ബെൻഡിങ് അല്ല, അതുകൊണ്ടാണ് മാറുന്നത്. സിഗ്മ പ്ലസ് ഡി സിഗ്മ ആവുന്നത് പ്യുവർ ബെൻഡിങ് അല്ല. നമ്മൾ നേരത്തെ എടുത്ത പ്യുവർ ബെൻഡിങ് ആയതുകൊണ്ട് സിഗ്മ കോൺസ്റ്റൻ്റ് ആയിട്ട് കിട്ടുന്നു. സിഗ്മ അവിടെ നമുക്ക് എങ്ങനെയാണ് വേരി ചെയ്യുന്നത്? വിത്ത് റെസ്പെക്ട് ടു വൈ മാത്രമേ വേരി ചെയ്യുന്നുള്ളൂ. ഹൊറിസോണ്ടലി വേരിയിങ് വരുന്നില്ല, കാരണം അവിടെ പ്യുവർ ബെൻഡിങ് ആണ്. അപ്പോൾ സിഗ്മ പ്ലസ് ഡി സിഗ്മ കിട്ടി അല്ലേ. അപ്പോൾ അറ്റ് എ ബി ബെൻഡിങ് സ്ട്രെസ് സിഗ്മ, അറ്റ് സി ഡി സിഗ്മ പ്ലസ് ഡി സിഗ്മ അല്ലേ. നമുക്ക് ബെൻഡിങ് ഇക്വേഷൻ അറിയാം, എം ബൈ ഐ ഈക്വൽ ടു സിഗ്മ ബൈ വൈ. ഒരു സിലിണ്ടർ, നമ്മൾ സിലിണ്ടർ എലമെൻ്റൽ സിലിണ്ടറാണ് എഴുതുന്നത്. ഓക്കെ, അപ്പോൾ സിഗ്മ ഈക്വൽ ടു എന്താണ്? എം ബൈ ഐ ഇൻറ്റു വൈ എന്ന് എഴുതിയാൽ പോരെ. അപ്പോൾ ഇവിടെ ഈ ബെൻഡിങ് സ്ട്രെസ് ഈസ് എ ഫങ്ഷൻ ഓഫ് ബെൻഡിങ് മൊമെൻറ്റ് ആൻഡ് ഡിസ്റ്റൻസ് വൈ ഫ്രം ന്യൂട്രൽ ആക്സിസ് അല്ലേ. അപ്പോൾ ഐ എന്ന് പറയുന്നത് മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ ഓഫ് ദ സെക്ഷൻ എബൌട്ട് ന്യൂട്രൽ ആക്സിസ് ആണ്. നമ്മൾ എടുത്ത സെക്ഷൻ ഇ എഫിന് മുകളിലെ സെക്ഷൻ്റെ ഇതാണ്. അത് ഐ കോൺസ്റ്റൻ്റ് ആയിരിക്കും. ആ സെക്ഷൻ കോൺസ്റ്റൻ്റ് ആണെങ്കിൽ അത് ഐ കോൺസ്റ്റൻ്റ് ആയിരിക്കും അല്ലേ. സിഗ്മ ഇസ് എ ഫങ്ഷൻ ഓഫ് എം ആൻഡ് വൈ എന്ന് എഴുതാം. ഇതിപ്പോൾ എ ബി എന്നുള്ളതിൽ ഇങ്ങനെ എഴുതാം. അപ്പോൾ സി ഡി എന്നുള്ളതിനോ സിഗ്മ പ്ലസ് ഡി സിഗ്മ ഈക്വൽ ടു എം പ്ലസ് ഡി എം ബൈ ഐ ഇൻറ്റു വൈ എന്നല്ലേ. വൈ സെയിം ആണ്, ഐയും സെയിം ആണ് അല്ലേ. അപ്പോൾ സെക്ഷൻ സി ഡി ബെൻഡിങ് മൊമെൻ്റ് എന്താ? എം പ്ലസ് ഡി എം ആണ്. ബെൻഡിങ് സ്ട്രെസ് സിഗ്മ പ്ലസ് ഡി സിഗ്മയാണ് അല്ലേ. ഇനി നമുക്ക് ഷിയർ ഫോഴ്സ് ആണെങ്കിൽ ഫോഴ്സ് ഓൺ ദി എൻഡ് ഓഫ് എലമെൻ്റൽ സിലിണ്ടർ. അപ്പോൾ നമുക്ക് സ്റ്റുഡൻസ് ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടിയത് കണ്ട ഈ ഒരു ക്രോസ് സെക്ഷനിലുള്ള സിഗ്മക്ക് ഒരു വാല്യൂ,
ഈ ഒരു ക്രോസ് സെക്ഷനിൽ സിഗ്മ പ്ലസ് ഡി സിഗ്മക്ക് ഒരു വാല്യൂ. അത് സ്ട്രെസ്സാണ്, ബെൻഡിങ് സ്ട്രെസ്സാണ്. ബെൻഡിങ് ആ ഫോഴ്സ് ആണെങ്കിൽ എന്ത് ചെയ്താൽ മതി, സിഗ്മ ഇൻറ്റു എന്ത് ചെയ്താൽ മതി, സിഗ്മ ഇൻറ്റു ഡി എ, സിഗ്മ പ്ലസ് ഡി സിഗ്മ ഇൻറ്റു ഡി എ ചെയ്താൽ അപ്പുറത്തുള്ള ഫോഴ്സ് കിട്ടും അല്ലേ. അപ്പോൾ ഫോഴ്സ് എന്ന് വെച്ചാൽ ഫോഴ്സ് ഓൺ എ ബി സെക്ഷൻ എ ബിയിൽ സിലിണ്ടറിൻ്റെ എ ബി എന്നുള്ള സെക്ഷനിൽ വരുമ്പോൾ ഫോഴ്സ് സിഗ്മ ഇൻറ്റു ഡി എ ചെയ്താൽ മതി. അത് വെച്ചാൽ ഫോഴ്സ് സിഗ്മ ഇൻറ്റു ഡി എ, സിഗ്മ ഇൻറ്റു ഡി എ. അപ്പോൾ അതായത് എ ബിയിൽ വരുമ്പോൾ സിഗ്മ ഇൻറ്റു ഡി എ എന്ന് വെച്ചാൽ എന്താ, എം ബൈ ഐ ഇൻറ്റു വൈ ഡി എ, വൈ ഡി എ. ഇനി ഓൺ സി ഡി ആണെങ്കിലോ സിഗ്മ പ്ലസ് ഡി സിഗ്മ ഡി എ എന്ന് വെച്ചാൽ എം പ്ലസ് ഡി എം ബൈ ഐ ഇൻറ്റു വൈ ഡി എ. ഇതാണ് വ്യത്യാസം. അപ്പോൾ രണ്ട് ഫോഴ്സ്. അപ്പം നെറ്റ് ഫോഴ്സ്, അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു സിലിണ്ടറാണ് എടുത്തത്. അപ്പോൾ ഈ സിലിണ്ടറിൽ ഇങ്ങോട്ടൊരു ഫോഴ്സ് ഉണ്ട്, എന്താണ്, എം ബൈ ഐ വൈ ഇൻറ്റു ഡി എന്നുള്ളൊരു ഫോഴ്സ് ഇങ്ങോട്ടും, എം പ്ലസ് ഡി എം ബൈ ഐ വൈ ഡി എന്നുള്ള ഫോഴ്സ് ഇങ്ങോട്ട്. അപ്പം നെറ്റ് ഫോഴ്സ് എന്താണ്, നെറ്റ് ഫോഴ്സ് എന്ന് വെച്ചാൽ അതിൻ്റെ ഡിഫറൻസ് അതെന്തായിരിക്കും, എം പ്ലസ് ഡി എം ബൈ ഐ വൈ ഡി എ മൈനസ് എം ബൈ ഐ വൈ ഡി എ. അത് ചെയ്താൽ എന്ത് കിട്ടും, നെറ്റ് ഫോഴ്സ്, നെറ്റ് അൺബാലൻസ്ഡ് ഫോഴ്സ് is equal to dm by I into y d എന്ന് വരും. ഇത് മൈനസ് ചെയ്താൽ ഈ ടേം ക്യാൻസലാവും, ബാക്കിയുള്ളത് ഈ ഒരു ടേം ആയിരിക്കും അല്ലേ. ഡി എം ബൈ ഐ വൈ ഡി എന്നുള്ള ടേം ബാക്കിയാവും. ഇതാണ് നെറ്റ് അൺബാലൻസ്ഡ് ഫോഴ്സ് ഓൺ ദാറ്റ് സിലിണ്ടർ, എലമെൻ്റൽ സിലിണ്ടർ. അപ്പോൾ ടോട്ടൽ ഇ എഫ് എന്നുള്ള നമ്മൾ എലമെൻ്റൽ സിലിണ്ടറിൽ മാത്രമാണ് എടുത്തത്. എലമെൻ്റൽ സിലിണ്ടറിലെ ഫോഴ്സ് കിട്ടി. അപ്പോൾ ടോട്ടൽ ഈ സെക്ഷനിൽ കിട്ടേണ്ട ഫോഴ്സ് എത്രയായിരിക്കും, ഇൻ്റഗ്രേറ്റ് ചെയ്താൽ പോരെ, ഇൻ്റഗ്രേറ്റ് ചെയ്താൽ ടോട്ടൽ ഫോഴ്സ് കിട്ടണമെങ്കിൽ ടോട്ടൽ അൺബാലൻസ്ഡ് ഫോഴ്സ് അല്ലേ, അൺബാലൻസ്ഡ് ഫോഴ്സ് ഈക്വൽ ടു എന്ത് ചെയ്താൽ മതി, ഇൻ്റഗ്രൽ ഡി എം ബൈ ഐ ഇൻറ്റു വൈ ഡി എ. അപ്പോൾ നമുക്ക് ഏരിയ ആണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. ഏരിയ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഡി എം ബൈ ഐ എന്നുള്ളത് പുറത്തേക്ക് എടുക്കാം, ഇൻ്റഗ്രൽ വൈ ഡി എ ബാക്കിയാവും. ഇൻ്റഗ്രൽ വൈ ഡി എ എന്താണ്, സെൻട്രോയിഡാണ്, വൈ ബാർ അല്ലേ. ഈ ഇൻ്റഗ്രൽ വൈ ഡി എ എന്ന് വെച്ചാൽ ആക്ച്വലി ഇൻ്റഗ്രൽ വൈ ഡി എ ബൈ ഇൻ്റഗ്രൽ ഡി എ ആണ് വൈ ബാർ, സെൻട്രോയിഡ് എന്നുള്ള ഒരു ടേം വരുന്നത്. സെൻട്രോയിഡ്, ഡിസ്റ്റൻസ് ഓഫ് സെൻട്രോയിഡ് ഫ്രം ദ ന്യൂട്രൽ ആക്സിസ്. ഇങ്ങനെ ഈ ഡി എന്ന് വെച്ചാൽ എന്താ, അപ്പോൾ ഇൻ്റഗ്രൽ വൈ ഡി എ ഈക്വൽ ടു എന്താ, വൈ ബാർ ഇൻ്റഗ്രൽ ഡി എ. ഇൻ്റഗ്രൽ ഡി എന്ന് വെച്ചാൽ ടോട്ടൽ ഏരിയ, വൈ ബാർ ഇൻറ്റു എ ആണ്. നിങ്ങൾ എഞ്ചിനീയർ മെക്കാനിക്സ് പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഇവിടെ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, ഈക്വൽ ടു ഡി എം ബൈ ഐ ഇൻറ്റു വൈ ബാർ ഇൻറ്റു എ, വൈ ബാർ ഇൻറ്റു ടോട്ടൽ ഏരിയ എ. അപ്പോൾ ടോട്ടൽ ഏരിയ എ എന്ന് വെച്ചാൽ എന്താ, സെക്ഷൻ ഇ എഫ് ജി എച്ച്, അതായത് ടോട്ടൽ ഏരിയ എ എന്ന് വെച്ചാൽ നോക്കുക ഏതാണ് എ, ഈ എ ഇ എഫ് ജി എന്നുള്ള ഇതുണ്ട, എബവ് ഇ എഫിന് മുകളിലുള്ള ഈ ഏരിയ ആണ് എന്ത്, ടോട്ടൽ ഏരിയ എ എന്ന് എടുക്കുന്ന ആ ഏരിയ ആണ്. ഓക്കെ, ആ ക്രോസ് സെക്ഷൻ ഏരിയ ആണ് എ. വൈ ബാർ വെച്ചാൽ എന്താ, ഈ ഏരിയയുടെ സെൻട്രോയിഡ്, ബേസ്ഡ് ഓൺ എന്താ, ന്യൂട്രൽ ആക്സിസിന് ബേസ് ആയിട്ടുള്ള സെൻട്രോയിഡ്. ഓക്കെ, അപ്പോൾ ഏരിയ എന്ന് വെച്ചാൽ ഏരിയ അബവ് ഇ എഫ് ആണ്. ഇത് നോക്കാം,
ഒരു അൺബാലൻസ്ഡ് ഫോഴ്സ് വന്നാൽ എന്താ സംഭവിക്കുക? ഇത് ഇ എഫ് എന്നുള്ള ഈ ലൈനെ ബേസ് ചെയ്തിട്ട് എന്ത് സംഭവിക്കും? ഇവിടെ ഒരു അൺബാലൻസ് ഫോഴ്സ് dm/i/a y ബാർ വന്നില്ലേ? അപ്പോൾ ഇവിടെ എന്താ, ഇവിടെ ഈ ഷിയർ ആക്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ അവിടെ ഒരു അൺബാലൻസ് ഫോഴ്സ് കാരണം ഇങ്ങനെ ഒരു കട്ടിങ്, ആ ഒരു ലെയർ ഇങ്ങനെ കട്ടാവും അല്ലേ? ലെയർ ഇങ്ങനെ, ഇതിങ്ങനെ ഒരു കട്ടിങ് സംഭവിക്കും അല്ലേ? അപ്പോൾ ആ ടോട്ടൽ അൺബാലൻസ് ഫോഴ്സ് കാരണം ഇ എഫ് എന്നുള്ള ലെവലിൽ നിന്ന് സെക്ഷൻ ഇങ്ങനെ ഒന്ന് കട്ടാവും. അപ്പോൾ അങ്ങനെ കട്ടായാൽ ബീം ഫെയിലായി എന്നാണ്, ബീം ഫെയിൽ ഡ്യൂ ടു ഷിയർ എന്നാണ് അങ്ങനെയുള്ള കേസുകൾ പറയാം. അപ്പോൾ ബീം ഫെയിലാവാണ്ടിരിക്കാനാണ് എന്ത് സംഭവിക്കുന്നത്, ഈ അൺബാലൻസ്ഡ് ഫോഴ്സിനെതിരെ ഈ ബീം തന്നെ എന്തുണ്ടാക്കും, ഒരു ഷിയർ ഫോഴ്സ് ജനറേറ്റ് ചെയ്യും. ഒരു ഷിയർ ഫോഴ്സ്, അതിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെ ഒരു ഡയറക്ഷനിൽ ഷിയർ ഫോഴ്സ് ജനറേറ്റ് ചെയ്യും. ആ ഷിയർ ഫോഴ്സ് ബൈ ഈ ഒരു പ്ലെയിൻ, ഇങ്ങനെ ഒരു പ്ലെയിൻ അല്ലേ ഉണ്ടാവുക, ആ പ്ലെയിൻ്റെ ഏരിയ എടുത്തു കഴിഞ്ഞാൽ ഷിയർ സ്ട്രെസ് കിട്ടും. ആക്ച്വലി ഇവിടെ നമുക്ക് ആ ഏരിയ കാണാൻ പറ്റില്ല, ഏരിയ ഇങ്ങനെയാണ് വരിക, ആ ഒരു നിരപ്പായ ഏരിയ, ഈ എ സിയുടെയും ഈ സെക്ഷനിൽ ഇ എഫ് എന്നുള്ള ലൈനിലൂടെ പാസ് ചെയ്യുന്ന ഏരിയ, അതായത് മറ്റേ ഫിഗറിൽ ഞാൻ കാണിച്ചു തരാം ഏത് ഏരിയ ആണെന്ന് വെച്ചാൽ, ഈ ഒരു പർട്ടിക്കുലർ ഏരിയ ഉണ്ടല്ലോ, ഈ ഏരിയ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഷിയർ സ്ട്രെസ് കിട്ടും. ഓക്കെ, അപ്പോൾ ഒരു ഷിയർ സ്ട്രെസ് എന്തുകൊണ്ടാണ് ഡെവലപ്പ് ചെയ്യുന്നത് മനസ്സിലായല്ലോ. എന്തുകൊണ്ടാണ് ഡെവലപ്പ് ചെയ്യുന്നത്? അവിടെ ഒരു അൺബാലൻസ്ഡ് ഫോഴ്സ് ഉണ്ടാവുന്നുണ്ട്. ആ അൺബാലൻസ് ഫോഴ്സിനെ നമുക്ക് പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ബീം ഉണ്ടാക്കുന്ന സ്ട്രെസ്സാണെന്ത്, ഷിയർ സ്ട്രെസ്. ഷിയർ സ്ട്രെസ്സിൻ്റെ വാല്യൂ എന്തായിരിക്കും? ഈ ഫോഴ്സ് ഡിവൈഡ് ബൈ ഏരിയ ചെയ്യുന്ന വാല്യൂ ആയിരിക്കും അല്ലേ ഷിയർ സ്ട്രെസ്. അപ്പോൾ ഏരിയ ഏതാണ് എടുക്കേണ്ടത്? ഏരിയ എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ കാണിച്ച ഏരിയ ആണ്. ഡിവൈഡ് ചെയ്യുന്ന ഏരിയ എന്ന് വെച്ചാൽ ഈ ഒരു പർട്ടിക്കുലർ ഏരിയ ആണ്. അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് ബി ആണെങ്കിൽ, ഇതിൻ്റെ ലെങ്ത്ത് ഡി എക്സ് ആണെങ്കിൽ, ബി ഡി എക്സ് എന്നുള്ള ഏരിയ കൊണ്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യേണ്ടത്. ബി ഡി എക്സ് എന്നുള്ള അപ്പോൾ നോക്കുക, ഏരിയ ടോ, നമുക്ക് ഷിയർ സ്ട്രെസ് എന്തായിരിക്കും? ടോ ഈക്വൽ ടു നമ്മൾ ടോ എങ്ങനെ കിട്ടാം? ടോ കിട്ടുന്നത് വെച്ചാൽ ഈ അൺബാലൻസ് ടോ ഇൻറ്റു ബി ടി എക്സ്, ടോ ഇൻറ്റു ഏരിയ എന്ന് പറഞ്ഞാൽ ഷിയർ ഫോഴ്സ്. ആ ഷിയർ ഫോഴ്സ് എന്തിന് ഈക്വൽ ആയിരിക്കണം? dm/i ഇൻറ്റു എ ഇൻറ്റു വൈ ബാർ അല്ലേ? അല്ലെങ്കിൽ ഇത് ബൈ ബി ഡി എക്സ് ചെയ്താൽ ടോ കിട്ടണം. ഓക്കെ, ടോ എന്ന് വെച്ചാൽ dm/, ഓക്കെ, ടോ അങ്ങനെ കിട്ടും. ടോ എന്ന് വെച്ചാൽ dm/i ഇൻറ്റു എ വൈ ബാർ ബൈ ബി ഡി എക്സ്, റൈറ്റ്? ബി ഡി എക്സ് ഞാൻ അതിനെ ജസ്റ്റ് ഒന്ന് മാറ്റിയിരുന്നു. ടോ ഈക്വൽ ടു dm/dx, ഡി എക്സിനെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു, ഇൻറ്റു എ വൈ ബാർ ബൈ ഐ ഇൻറ്റു ബി എന്ന് എഴുതി. അപ്പോൾ നിങ്ങൾ dm/dx എന്താ പഠിച്ചത്? dm/dx എന്താണ്? ഡിഫറൻഷ്യൽ ഓഫ് ബെൻഡിങ് മൊമെൻറ്റ് എന്താ? ഷിയർ ഫോഴ്സ് ആണ്, എഫ് ഇൻറ്റു എ വൈ ബാർ ബൈ ഐ ബി. അത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. dm/dx എഫും df/dx ഡബ്ല്യുവും ആണെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഷിയർ സ്ട്രെസ്സിനുള്ള ഇക്വേഷൻ, എഫ് ഇൻറ്റു എ വൈ ബാർ ബൈ ഐ ഇൻറ്റു ബി. ഷിയർ ഫോഴ്സ് ഇൻറ്റു ഏരിയ ഓഫ് ദ ക്രോസ് സെക്ഷൻ. ഏത് ലെവലിലാണോ എടുക്കുന്നത്, ഇ എഫ്, നമ്മൾ ഇ എഫ് എന്നുള്ള ലൈനിനെ ബേസ് ചെയ്തിട്ടാണ് എടുത്തത്. അപ്പോൾ അതിന് മുകളിൽ ഏരിയ എ ഇൻറ്റു വൈ ബാർ എന്ന് വെച്ചാൽ ആ ഏരിയയുടെ സെൻട്രോയിഡ് ബൈ ആ ഏരിയയുടെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഇൻറ്റു ആ ഏരിയയുടെ ബ്രെഡ്ത്ത് ബി ചെയ്താൽ എന്ത് കിട്ടും? ഷിയർ സ്ട്രെസ് കിട്ടും. ഇതാണ് ഷിയർ സ്ട്രെസ്സിൻ്റെ ഇക്വേഷൻ. നിങ്ങൾ ഈ ഫിഗറിൽ ഇപ്പോൾ നമ്മൾ ഡിറൈവ് ചെയ്ത ഷിയർ സ്ട്രെസ് എന്താണ്? ഈ ഷിയർ സ്ട്രെസ് ആണ്, ഇങ്ങനെയുള്ള ഷിയർ സ്ട്രെസ്സാണ്. പക്ഷെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, നമ്മൾ കോംപ്ലിമെൻ്ററി ഷിയർ സ്ട്രെസ് അല്ലെങ്കിൽ ഇക്വാലിറ്റി ഓഫ് ക്രോസ് ഷിയർ എന്ന് പറയുന്നത്, നമ്മൾ ഇങ്ങനെ ഒരു സെക്ഷൻ ഉണ്ടെങ്കിൽ, മൂർ സർക്കിളെല്ലാം വരക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇങ്ങനെ ഒരു സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ടോ ഉണ്ടായാലും ഇങ്ങനെ ഒരു ടോ ഉണ്ടാവും അല്ലേ?
പിന്നെ എന്തുണ്ടാവും, ഇതിപ്പോൾ ഇക്വിലിബ്രിയത്തിലാവണമെങ്കിൽ ഇതിപ്പോൾ ക്ലോക്ക് വൈസ് തന്നെ റൊട്ടേറ്റ് ആൻറ്റി ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇത് ക്ലോക്ക് വൈസ് ഇങ്ങനെ ഒരു ടോ ഉണ്ട്, ടോ ഇങ്ങനെ വരും. അപ്പോൾ ഹൊറിസോണ്ടൽ ടോ ഉണ്ടായിക്കഴിഞ്ഞാൽ പ്രിൻസിപ്പിൾസ് ഓഫ് കോംപ്ലിമെൻ്ററി ഷിയർ സ്ട്രെസ് എന്നൊരു സംഭവമുണ്ട്. അതിനെ ബേസ് ചെയ്തിട്ട് എന്താ വെർട്ടിക്കലി ഒരു ടോ എന്തായാലും ഉണ്ടാവും, വെർട്ടിക്കലി ഒരു ടോയും ഉണ്ടാവും. അപ്പോൾ നമുക്ക് വെർട്ടിക്കൽ ഷിയർ സ്ട്രെസ് ഉണ്ടാവും, ഹൊറിസോണ്ടൽ ഷിയർ സ്ട്രെസ് ഉണ്ടാവും, വാല്യൂ എല്ലാം സെയിം ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്കൊരു പ്രോബ്ലം കൂടെ ഒന്ന് ചെയ്താലോ, ഒരു ചെറിയ പ്രോബ്ലം കൂടെ ചെയ്തിട്ട്. ഓക്കെ, ഈ പ്രോബ്ലം നോക്കാം. എ വുഡൻ ബീം 100 mm wide and 150 mm deep is strongly supported over a span of 4 meters. If the shear force at a section of beam is 4500 Newton, find the shear stress at a distance of 25 mm from the end. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ബീമുണ്ട്, സിംപ്ലി സപ്പോർട്ടഡ് ബീമാണ്. ഓക്കെ, സിംപ്ലി സപ്പോർട്ടഡ് ബീമുണ്ട്. അതിൽ പിന്നെ ഏതോ ഒരു പർട്ടിക്കുലർ സെക്ഷനിൽ ഷിയർ ഫോഴ്സ് ഒരു പർട്ടിക്കുലർ സെക്ഷൻ എടുത്തു. ഇഫ് ഷിയർ ഫോഴ്സ് അറ്റ് എ സെക്ഷൻ ഓഫ് ദ ബീം ഈസ് 4500 Newton. 4500 Newtonൽ എന്ത് ഷിയർ ഫോഴ്സ് ഉണ്ട്, അപ്ലൈഡ് ഫോഴ്സ് അല്ല, ഷിയർ ഫോഴ്സ് ആണ്. ഇനി ഇതിൻ്റെ സെക്ഷൻ എങ്ങനെയാണ്? സെക്ഷൻ്റെ 100 mm വൈഡാണ്, 150 mm ഡെപ്താണ്. ഇത് 150, ഇത് 100. ഓക്കെ, അപ്പോൾ ഞാനതിൻ്റെ ഇത് തന്നെ എടുത്ത് വരച്ചു, ക്രോസ് സെക്ഷൻ വ്യൂ എടുത്തു. അപ്പോൾ ഇതെന്തായിരിക്കും? ഇത് ന്യൂട്രൽ ആക്സിസ് ഇങ്ങനെയാണെങ്കിൽ ഇത് 100, ഇതെന്താണ് 150. നമുക്ക് 25 mm മുകളിലുള്ള ഒരു 25 mm ന്യൂട്രൽ ആക്സിസ് നിന്ന് 25 mm മുകളിൽ ഈ ഏരിയയിൽ എന്ത് കാണണം? ഷിയർ സ്ട്രെസ് ആണ്. ഷിയർ സ്ട്രെസ്, ഫൈൻഡ് ദ ഷിയർ സ്ട്രെസ് അറ്റ് ഡിസ്റ്റൻസ് ഓഫ് 25 mm എബവ് ദ എൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം ടോ ആണെങ്കിൽ എന്ത് ചെയ്താൽ മതി? എഫ് ഇൻറ്റു എ വൈ ബാർ ബൈ ഐ ബി അല്ലേ. എഫ് എന്താണ്? 4500 ന്യൂട്ടൺ, 4500 ന്യൂട്ടൺ. ഏരിയ വൈ ബാർ ബൈ ഐ ബി എന്ന് വെച്ചാൽ ഐ ബി എന്താണ്? ആക്ച്വൽ വിഡ്ത്ത് എന്താണ്? 100. ഇനി എയും വൈ ബാറും ഐയും എല്ലാം കാണേണ്ടത്. അതെങ്ങനെ കാണും? ഇനി നോക്കുക, നമുക്ക് ഏരിയ ഓഫ് ദ ബീം എബോവ് y1, അതായത് ഈ ഏരിയ ആണെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഈ ഏരിയ ആണെങ്കിൽ ഇത് ഇൻറ്റു ഈ ലെങ്ത്ത് അതായത് ഇതല്ലേ ഇത് ചെയ്താൽ ഈ ഏരിയ കിട്ടൂലേ. അപ്പോൾ ഇത് 100 ആണ്, 100 ഇത് 100 ആണ്, 100 ഇൻറ്റു ഇതെത്രയാ? ഇത് കാണണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഇത് ടോട്ടൽ 150 അല്ലേ. അപ്പോൾ ഇതെത്ര? 75. 75 ഇതെത്ര? 25. ഇത് 75, ഇത് 25. 25 25 പോയാൽ 50. എന്താ? 5000 അല്ല, ഏരിയ 5000 mm² ആണ്. അപ്പോൾ ഷെയ്ഡഡ് റീജിയൻ്റെ ഏരിയ എന്ന് വെച്ചാൽ 5000 mm². ഇനി എന്ത് കാണണം? ഇതിൻ്റെ വൈ ബാർ കാണും. അതായത് ന്യൂട്രൽ ആക്സിസ് 25 mm മുകളിൽ ഈ സെക്ഷൻ്റെ വൈ ബാർ കാണും. വൈ ബാർ വെച്ചാൽ ന്യൂട്രൽ ആക്സിസ് നിന്ന് വൈ ബാറിലേക്കുള്ള ദൂരം കാണും. അത് വെച്ചാൽ എന്തായിരിക്കും? ഈ ഒരു സെക്ഷൻ്റെ വൈ ബാർ എപ്പോഴും റെക്ടാങ്കുലർ സെക്ഷൻ ആയതുകൊണ്ട് ഇതിൻ്റെ ഹാഫിലായിരിക്കും അല്ലേ. ഹാഫ് ഇത് 50. ഇതെത്ര നമുക്ക് കിട്ടിയത്? 50 അല്ലേ. 50ൻ്റെ പകുതി ഇത് എന്തായിരിക്കും? 25 ആയിരിക്കും. 25. അപ്പോൾ ഇതും 25. 25 ഈ ദൂരം എത്ര? 25 തന്നെ. 25 50. അപ്പോൾ വൈ ബാർ എന്തായിരിക്കും? ന്യൂട്രൽ ആക്സിസ് നിന്ന് 50 ദൂരത്തിലായിരിക്കും അല്ലേ. മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഏതിൻ്റെയാണ് കാണേണ്ടത്? മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്ന് വെച്ചാൽ ഈ സെക്ഷൻ്റെ, ഈ ക്രോസ് സെക്ഷൻ ടോട്ടൽ സെക്ഷൻ്റെ. അപ്പോൾ അത് BDQ/12 ആണ്. അപ്പോൾ വൈ ബാർ നമുക്ക് 50 കിട്ടി അല്ലേ. ഏരിയ ഇപ്പോൾ 5000 mm² കിട്ടി, ഇത് mm കിട്ടി. ഐ എന്ന് വെച്ചാൽ BDQ/12 ആണ്. അതെന്ന് വെച്ചാൽ 100 ഇൻറ്റു 150Q/12. അത് അറൗണ്ട് ഒരു 2128
12500 mm⁴ വരും. നല്ല MM-ലാണേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ടോൾ എന്ത് ചെയ്യണം? ടോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എഫ് 4500 ന്യൂട്ടൺ ഇൻറ്റു എ 5000 ഇൻറ്റു വൈ ബാർ 50 ബൈ ഐ 2812500 ഇൻറ്റു 100 ചെയ്താൽ ഇത് ന്യൂട്ടൺ, ബാക്കിയെല്ലാം MM-ലായതുകൊണ്ട് കിട്ടുന്നത് Nm². അതിന് ആൻസർ 0.4 Nm² വരും. ഇതാണ് ഷിയർ സ്ട്രെസ്. ഇങ്ങനെയാണ് ഷിയർ സ്ട്രെസ്സിൻ്റെ വാല്യൂ ആണ്. ഇത് നമ്മൾ ഷിയർ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ ഇൻ റെക്ടാങ്കുലർ സെക്ഷൻ, ഒരു ബീമിൻ്റെ റെക്ടാങ്കുലർ സെക്ഷൻ ആണെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ ഇൻ റെക്ടാങ്കുലർ സെക്ഷൻ, പല ടൈപ്പ് സെക്ഷൻ ഉണ്ടാവും. നമ്മൾ റെക്ടാങ്കുലർ സെക്ഷനിലെ ഷിയർ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ നോക്കാം. അപ്പോൾ ഇതാണ് ഞാൻ ഒരു റെക്ടാങ്കുലർ സെക്ഷൻ അല്ലേ, ഇത് ABCD എന്നുള്ള റെക്ടാങ്കുലർ സെക്ഷൻ. അതിൽ നമ്മൾ y എന്നുള്ള ഡിസ്റ്റൻസിൽ ഒരു EF എന്നുള്ള ലൈൻ എടുത്തു കഴിഞ്ഞാൽ y എന്നുള്ള ഡിസ്റ്റൻസിൽ EF എന്നുള്ള ലൈൻ, നമുക്ക് റെക്ടാങ്കുലർ സെക്ഷൻ ഉണ്ട്. ഇതിൻ്റെ വിഡ്ത്ത് B ആണ്. ഓക്കെ, ഡെപ്ത്ത് D ആണ്. ന്യൂട്രൽ ആക്സിസിൻ്റെ മുകളിൽ അപ്പോൾ D/2 ആയിരിക്കും. ഞാൻ y എന്നുള്ള ഡിസ്റ്റൻസിൽ EF എന്നുള്ളൊരു ലൈൻ എടുത്തു. EF എന്നുള്ള ലൈനിൻ്റെ മുകളിലുള്ള എന്ത് കാണണം? ഷിയർ സ്ട്രെസ് ആണ് കാണേണ്ടത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ടോ എന്ത് എഴുതാം? ടോയുടെ ഇക്വേഷൻ എന്താ? ടോയുടെ ഇക്വേഷൻ F ഇൻറ്റു AY ബാർ ബൈ BIN അല്ലേ. F എന്ന് വെച്ചാൽ എന്താ? ഈ സെക്ഷനിൽ ആക്ട് ചെയ്യുന്ന, ഈ ഒരു പർട്ടിക്കുലർ സെക്ഷനിൽ, അടുത്തൊരു സെക്ഷനിൽ ആക്ട് ചെയ്യുന്ന ഷിയർ ഫോഴ്സ്. ഏതെന്ന് വെച്ചാൽ എന്താ? ഈ ഏരിയ, ഷെയ്ഡഡ് ഏരിയ. Y ബാർ എന്ന് വെച്ചാൽ ഈ ഏരിയയുടെ സെൻട്രോയിഡിൽ നിന്ന് ഇവിടത്തേക്കുള്ള ഡിസ്റ്റൻസാണ് Y ബാർ, വെർട്ടിക്കൽ ഡിസ്റ്റൻസ്. I എന്ന് വെച്ചാൽ ടോട്ടൽ സെക്ഷൻ്റെ, I എന്ന് വെച്ചാൽ BDQ/12 ആണ്. B ഓക്കെ വിഡ്ത്ത്. ഓക്കെ, ഇനി A എങ്ങനെ കാണാം? നമുക്ക് ഏരിയ കാണാൻ, അതായത് ഈ ഒരു ഏരിയ, പർട്ടിക്കുലർ ഏരിയ കാണണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ബ്രെഡ്ത്ത് അറിയാം, നമുക്ക് ലെങ്ത്തും കൂടെ കിട്ടിയാൽ പോരെ. ഈ ബ്രെഡ്ത്ത് അറിയാം, ഈ ലെങ്ത്ത് കിട്ടിയാൽ പോരെ. ഈ ലെങ്ത്ത് എങ്ങനെയാണ് കാണാം? ഇത് y അല്ലേ, ഇത് ടോട്ടൽ D/2 അല്ലേ. അപ്പോൾ ഇതെന്തായിരിക്കും? D/2 - y. അപ്പോൾ D/2 - y ഇൻറ്റു ബ്രെഡ്ത്ത് ചെയ്താൽ ഏരിയ കിട്ടി അല്ലേ. ഇനി y ബാർ എങ്ങനെ കാണും? y ബാർ എന്തായാലും ഇതിൻ്റെ സെൻറ്ററിലായിരിക്കും അല്ലേ. അപ്പോൾ D/2/y. അപ്പോൾ ഈ ഡിസ്റ്റൻസ് അറിയാം, ഈ ഡിസ്റ്റൻസും അറിയാമെങ്കിൽ y ബാർ എന്ന് വെച്ചാൽ ശരിക്കും y പ്ലസ് ഹാഫ് ഓഫ് D/2 - y ആയിരിക്കും അല്ലേ. അത് നിങ്ങളൊന്ന് ചുരുക്കി കഴിഞ്ഞാൽ y മൈനസ് ഹാഫ് y എന്ന് വെച്ചാൽ ഹാഫ് y പ്ലസ് 1/4 D വരും. അല്ലെങ്കിൽ ഹാഫ് ഇൻറ്റു y പ്ലസ് ഹാഫ് D ഇങ്ങനെ വരും. y ബാർ അങ്ങനെ വരും, y ബാറിൻ്റെ ഇക്വേഷൻ ഇങ്ങനെ വരും. അപ്പോൾ നിങ്ങൾക്ക് ടോയിൽ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ടോയുടെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ടോ ഈക്വൽ ടു, നമുക്ക് F ഓൾറെഡി അറിയാം, ഷിയർ ഫോഴ്സ് F ആണെന്ന് വിചാരിക്കാം. ഏരിയ എന്ന് വെച്ചാൽ D/2 - y ഇൻറ്റു B ആണ്. ഇൻറ്റു y ബാർ എന്ന് വെച്ചാൽ ഹാഫ് y പ്ലസ് D/2 ആണ് ബൈ B ഇൻറ്റു I എന്ന് എഴുതി. ഓക്കെ, നിങ്ങൾ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ ബിയും കട്ടാവും. ഓക്കെ, ഇത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു F/2I ഇൻറ്റു P²/4 മൈനസ് y² എന്നുള്ളൊരു ഇക്വേഷൻ കിട്ടും. ഷിയർ സ്ട്രെസ്സിന് ഒരു ഇക്വേഷൻ കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷനിൽ നിങ്ങൾക്ക് മനസ്സിലാവും y കുറയും തോറും ടോ എന്തായിരിക്കും? ടോ ഇൻക്രീസ് ആയി. ഈ y 0ലേക്ക് എത്തുന്തോറും വൈയുടെ വാല്യൂ കുറയും തോറും ടോയുടെ വാല്യൂ കൂടും അല്ലേ. കാരണം ഇത് മൈനസ് അല്ലേ. എന്താ അതിൻ്റെ അർത്ഥം? അതായത് ഈ y കുറഞ്ഞ് ന്യൂട്രൽ ആക്സിസിലേക്ക് എത്തുമ്പോൾ ടോയുടെ വാല്യൂ കൂടി മാക്സിമത്തിലെത്തും. പക്ഷേ നോക്കുക, ഈ ഡിസ്ട്രിബ്യൂഷൻ നോക്കുക,
ഇത് ടോ ആണ്, ക്യൂ അല്ല, ഇത് ടോ ആണ്. ഓക്കെ, ഈ ടോ എങ്ങനെയാണ് ഇത് പാരാബോളിക് ആണെന്ന് എങ്ങനെയാണ് മനസ്സിലായത്? പാരാബോളിക് ആണെന്ന് വെച്ചാൽ കാരണം y സ്ക്വയറാണ്, വൈയുടെ പവർ 2 ആണ്, സ്ക്വയർ ആയതുകൊണ്ട് അത് പാരാബോളിക് ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും. അപ്പോൾ സെൻട്രൽ ഏറ്റവും മാക്സിമം ആയിരിക്കും അല്ലേ, സെൻട്രൽ എപ്പോൾ മാക്സിമം ആയിരിക്കും. അപ്പോൾ നമുക്ക് വൈക്ക് ഞാൻ d/2 കൊടുക്കുന്നു, ടോപ്പ് എഡ്ജ്, അതായത് ഈ ഒരു പോയിന്റിൽ ഈ ഒരു ലൈനിൽ ഈ വൈയുടെ വാല്യൂ എത്രയായിരിക്കും? d/2 ആയിരിക്കും. അപ്പോൾ ഞാൻ വൈക്ക് d/2 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ y ഈക്വൽ ടു d/2 എന്നുള്ളൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു കഴിഞ്ഞാൽ ടോ അറ്റ് y ഈക്വൽ ടു d/2 എന്ന് വെച്ചാൽ എത്ര? f/2i ഇൻറ്റു d²/4 മൈനസ് വൈക്ക് പകരം d/2 കൊടുത്തു, d/2 ഹോൾ സ്ക്വയർ. d/2 ഹോൾ സ്ക്വയർ എന്ന് വെച്ചാൽ d²/4 ആണ്, അതെന്താ വാല്യൂ 0. അപ്പം അറ്റത്ത് എന്താ? അപ്പം അറ്റത്ത് ഇവിടെ 0, അതുകൊണ്ടാണ് ഇത് 0, സ്റ്റാർട്ടിങ് 0 ആകുന്നത്. ഓക്കെ, അവിടെ 0, ഏറ്റവും ടോപ്പ് എഡ്ജിൽ 0 ആയിരുന്നു. അങ്ങനെ അറ്റ് y ഈക്വൽ ടു 0, അതായത് ടോ അറ്റ് y ഈക്വൽ ടു 0 എന്ന് വെച്ചാൽ ന്യൂട്രൽ ആക്സിസ്, അല്ലെങ്കിൽ ടോ അറ്റ് ന്യൂട്രൽ ആക്സിസ് എന്ന് വെച്ചാൽ f/2y ഇൻറ്റു d²/4 മൈനസ് 0 എന്ന് വെച്ചാൽ ഇത് തന്നെയാണ് അല്ലേ, അതായത് fd²/8i, fd²/8i. ഓക്കെ, അപ്പോൾ i എന്താണ്? അപ്പോൾ ടോ ന്യൂട്രൽ ആക്സിസ് വെച്ചാൽ fd²/8i എന്ന് വെച്ചാൽ bd³/12 ആണ്. ഓക്കെ, ഇത് 2, ഇത് 3i, ഇതൊരു 2y. ഓക്കെ, ഇത് ബാക്കി എന്താ? 3/2 ഇൻറ്റു f/bd എന്ന് വരും, 3/2 ഇൻറ്റു f/bd. അറ്റ് ഇതായിരിക്കും മാക്സിമം, സെൻട്രൽ തന്നെയാണ് മാക്സിമം വരിക. അപ്പോൾ ടോ തന്നെ ആയിരിക്കും ടോ മാക്സ്, കാരണം അവിടെ ആയിരിക്കും മാക്സിമം വരിക. രണ്ട് അഡ്ജസൻറ്റ് സൈഡിലും ടോപ്പ് ലെയറിലും ബോട്ടം ലെയറിലും 0 ആയിട്ട് വരുമ്പോൾ സെൻട്രലിലായിരിക്കും മാക്സിമം വരിക. അപ്പോൾ മാക്സിമം വാല്യൂ വെച്ചാൽ എന്താ? 3/2 ഇൻറ്റു f/bd. f/bd എന്ന് വെച്ചാൽ b ഇൻറ്റു d എന്താ? ഏരിയ ഓഫ് സെക്ഷൻ അല്ലേ. ഓക്കെ, ഇവിടെ കണ്ട ഇത് b, ഇത് d. അപ്പോൾ ഈ ബി ഡി എന്ന് വെച്ചാൽ ടോട്ടൽ ഏരിയ ആണ്, ടോട്ടൽ ഏരിയ. അപ്പോൾ ഇവിടെ ഈ സെക്ഷനിൽ ആക്ട് ചെയ്യുന്ന ഷിയർ ഫോഴ്സ് f/bd എന്ന് വെച്ചാൽ എന്താ? ആവറേജ് ഷിയർ സ്ട്രെസ് ആയിരിക്കും, വെർട്ടിക്കൽ പ്ലെയിനിൽ വരുന്ന ആവറേജ് ഷിയർ സ്ട്രെസ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ നോക്കുക, നമുക്ക് കിട്ടിയ ഇക്വേഷൻ 3/2 f/d എന്ന് വെച്ചാൽ 3/2 ടോ ആവറേജ് ആണ്. അപ്പോൾ നമ്മുടെ ടോ മാക്സ് എപ്പോഴും 3/2 ടൈംസ് ഓഫ് ടോ ആവറേജ്. ഇതിൻ്റെ കേസ് ഫോർ റെക്ടാങ്കുലർ സെക്ഷൻ. ഓക്കെ, ഇത് തന്നെയാണ് ഇങ്ങനെ. അപ്പോൾ നമ്മുടെ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയായിരിക്കും? ഇങ്ങനെയായിരിക്കും കേട്ടോ. കാരണം അറ്റത്ത് 0, ഇവിടെയും 0, സെൻറ്ററിലെ മാക്സിമം വേരി ചെയ്യുന്നത് പാരാബോളിക്കിലേക്ക്, കാരണം ഇക്വേഷനിൽ y² വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷന് റെക്ടാങ്കുലർ സെക്ഷൻ, ഷിയർ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ നമുക്ക് ഈ മൊഡ്യൂൾ നമുക്ക് നിർത്താം. ഞാൻ കുറച്ച് പ്രോബ്ലം അസൈൻമെൻ്റ് ആയിട്ട് തരാം. ഈ മൊഡ്യൂൾ നമുക്ക് നിർത്താം. അടുത്ത ക്ലാസ്സിൽ അടുത്ത മൊഡ്യൂളിലേക്ക്. താങ്ക് യു.